തുടക്കത്തിൽ ഇങ്ങനെ ഒരു മാർച്ച് പ്രതീക്ഷിച്ചിരുന്നില്ല പോലീസ്. കാരണം പ്രധാനമന്ത്രി കടന്നു പോകുന്ന ലോക് കല്യാൺ മാർഗിലെ വസതിയിലേക്ക് പോകുമ്പോൾ പ്രധാനമന്ത്രി വാഹനവ്യൂഹം പോകുമ്പോൾ പഴുതടച്ചുള്ള സുരക്ഷാ മേഖലയാണ്. ഒരു തരത്തിലും വാഹനങ്ങൾക്ക് പോലും പാർക്ക് ചെയ്യാനോ ഒരു നിമിഷമെങ്കിലും ചവിട്ടി നിർത്താനോ കഴിയാത്ത ഒരു മേഖലയാണ്. അപ്പോൾ അത്രത്തോളം സുരക്ഷാ വലയം ഉള്ള ഒരു മേഖലയിലേക്കാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ എംപിമാർ CJP സമരത്തിന് ഐക്യദാർഢ്യം അറിയിച്ചുകൊണ്ട് ഇപ്പോൾ അവിടേക്ക് എത്തിച്ചേർന്നത്. അവിടെയാണ് ഇപ്പോൾ പോലീസ് കൂടുതലായി എത്തി നടപടി എടുത്തിരിക്കുന്നത്. പ്രതിഷേധത്തിനായി എത്തിയ ആളുകളെ അറസ്റ്റ് ചെയ്ത് പോലീസ് നീക്കുന്നു. അത് ഏറെ നേരത്തെ സംഘർഷത്തിലേക്ക് വഴിവെച്ചു. എംപിമാർ അറസ്റ്റ് വരിച്ചു, അറസ്റ്റോട് സഹകരിച്ചു. ബാലഗോപാൽ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്നും. ബാലു, അങ്ങനെ സമരത്തിന്റെ രീതി മാറുകയാണ്. അപ്രതീക്ഷിതമായിട്ടുള്ള നീക്കമാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും എംപിമാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഇപ്പോൾ അതീവ സുരക്ഷാ മേഖലയിൽ നടക്കുന്ന ഈ സമരത്തെ എങ്ങനെയാണ് പോലീസ് നേരിടുന്നത്? അറസ്റ്റിനോട് സഹകരിക്കുന്നുണ്ടോ പ്രവർത്തകരും എംപിമാരും? നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ എംപിമാരെ അല്പം ബലം പ്രയോഗിച്ചാണ് അവിടെ നിന്ന് നീക്കുന്നത്. കോൺഗ്രസിന്റെ ലോക്സഭയിലെയും രാജ്യസഭയിലെയും എംപിമാരെയാണ് ഇപ്പോൾ ബലം പ്രയോഗിച്ച് നീക്കുന്നത്. നേരിയ സംഘർഷാവസ്ഥ ഇപ്പോൾ ഈ സ്ഥലത്ത് ഉണ്ടായിരിക്കുകയാണ്. രാഹുൽ ഗാന്ധിക്ക് സമീപത്തേക്ക് സുരക്ഷാ ഉദ്യോഗസ്ഥർ, ഡൽഹി പോലീസിലെ ഉദ്യോഗസ്ഥർ അടുത്തെത്തുമ്പോഴാണ് ഇത്തരത്തിലൊരു സംഘർഷാവസ്ഥ വരുന്നത്. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും വളഞ്ഞ കോൺഗ്രസ് എംപിമാർ നിലവിൽ നിൽക്കുകയാണ്. അറസ്റ്റ് തടയുന്നതിനുള്ള നടപടികളിലേക്ക് തടയാൻ വേണ്ടി കോൺഗ്രസ് എംപിമാർ രാഹുലിനും പ്രിയങ്കയ്ക്കും ചുറ്റും നിൽക്കുകയാണ്. അതുപോലെ തന്നെ ഡൽഹി പോലീസ് ഇവരെ ഇവിടുന്ന് മാറ്റുന്നതിനുള്ള, ഈ എംപിമാരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നതിനുള്ള നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ്. കോൺഗ്രസിന്റെ ചീഫ് വിപ്പായ ഈ സുരേഷ് കൊടിക്കുന്നിൽ ഉൾപ്പെടെയുള്ളവരെ നേരത്തെ ഈ പോലീസ് അറസ്റ്റ് ചെയ്ത് വാഹനത്തിൽ കയറ്റി കൊണ്ടുപോവുകയുണ്ടായി. പക്ഷേ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ വസതിക്ക് തൊട്ടു മുന്നിൽ ഇങ്ങനെ നിലയുറപ്പിച്ചിരിക്കുകയാണ്. അവർക്ക് ചുറ്റും സുരക്ഷാ വലയവുമായി അവിടേക്ക് മുഖ്യമന്ത്രി വി ഡി സതീശനും കൂടി എത്തിയിട്ടുണ്ട്. കേരള മുഖ്യമന്ത്രി വി ഡി സതീശനും കൂടി ബി ബാലഗോപാൽ സംഭവ സ്ഥലത്തേക്ക് എത്തുകയാണ്. അവിടെ ഐക്യദാർഢ്യം അറിയിച്ചുകൊണ്ട് അവിടേക്ക് എത്തുന്നതിന്റെ കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ കൂടുതൽ നേതാക്കന്മാർ, പല സംസ്ഥാനങ്ങളിലെ നേതാക്കന്മാർ, കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരൊക്കെ അവിടേക്ക് എത്തുകയാണ്. क्या बात है डबल जी नहीं चलेगी। नहीं चलेगी। पेट भी भरा कल जाके यहाँ से। They were dragging him down. We saved him. We are advocates. They're peacefully protesting here. This peaceful protest is suddenly converted into a whole stampede. गुंडागर्दी का राज है. പോലീസ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയോട് ആശയവിനിമയം നടത്തുന്നു. ഒരു തരത്തിലും അതീവ സുരക്ഷാ മേഖലയിൽ ഇങ്ങനൊരു പ്രതിഷേധം അനുവദിക്കാൻ കഴിയില്ല എന്ന് പോലീസ് പറയുന്നുണ്ട്. പക്ഷേ എംപിമാർ വലിയ പ്രതിഷേധത്തിലേക്ക് തന്നെ പോവുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള കേരളത്തിലടക്കമുള്ള എംപിമാർ തറയിൽ കിടന്ന് പ്രതിഷേധിക്കുന്നുണ്ട്. അറസ്റ്റിലേക്കായിരിക്കുമോ ഇനി പോലീസിന്റെ ഭാഗത്തിന്റെ നടപടി എന്നാണ് ഇവരും ഉറ്റുനോക്കുന്നത്. രാഹുൽ ഗാന്ധിക്ക് അടുത്തേക്ക് പോലീസ് എത്തുമ്പോൾ വലിയ പ്രതിഷേധം എംപിമാരുടെ ഭാഗത്തു നിന്നും CJP അംഗങ്ങൾ, അവിടെയുള്ള മറ്റ് CJPക്ക് ഐക്യദാർഢ്യം അറിയിച്ചെത്തുന്ന ആളുകൾ, അവരൊക്കെ വലിയ പ്രതിഷേധം ഉയർത്തുകയാണ്. എംപിമാർക്ക് ഒപ്പം കോൺഗ്രസിന്റെ പ്രവർത്തകരുണ്ട്, വിവിധ സംസ്ഥാനങ്ങളിലെ നേതാക്കന്മാരുണ്ട്. വി ഡി സതീശൻ, കേരള മുഖ്യമന്ത്രിയും ഈ സംഭവ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. അതീവ സുരക്ഷാ മേഖലയാണ് ഈ ലോക് കല്യാൺ മാർഗ് എന്ന പ്രദേശം. അവിടെ പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം കടന്നു പോകുന്ന ഇടമാണ്. പ്രധാനമന്ത്രിയുടെ വസതിയിലേക്കുള്ള വഴിയാണ്. അവിടെയാണ് ബ്ലോക്ക് ചെയ്തുകൊണ്ടുള്ള കോൺഗ്രസ് പ്രവർത്തകരുടെ അപ്രതീക്ഷിത നീക്കം ഈ ദിവസം ഉണ്ടാകുന്നത്.